അപ്പോൾ അടുത്തൊരു കോളേജ് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് ടിങ്കറിങ് ഒന്നുമില്ല, മെക്കാനിക്കൽ വർക്ക് മാത്രമാണുള്ളത്. മോട്ടോക്രാഫ്റ്റ് ഷോപ്പിലെ വണ്ടിയാണ്. അവരും ഇതേ ഫീൽഡ് തന്നെയാണ്. അവർ അക്സസറീസ്, പെയിൻറ്റിങ്, ടിങ്കറിങ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിക്കൽ അവിടെ ഇല്ലാത്തതുകൊണ്ട് മെക്കാനിക്കൽ വർക്കിനായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് വർക്കും ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പാർട്സുകളും ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ടൈപ്പ് നമ്മൾ 2004, 2003 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുനടക്കാനാണ്. ഈ മോഡൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് നല്ല പുള്ളിങ് വണ്ടി, എൻജിൻ പെർഫോമൻസ് ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ എല്ലാം ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സുഖം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അണ്ടർ ബോഡിയിൽ കുറേ സൗണ്ടുകൾ കലവില എന്നുള്ളൊരു സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് അറസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട് ഇങ്ങനെയുള്ള കാര്യം നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മൗണ്ടൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. എല്ലാ സാധനവും ഒറിജിനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം നമുക്ക് 10-20 ദിവസത്തോളം 20 ഒരു മാസത്തിൻ്റെ അടുത്തോളം നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒറിജിനൽ പാർട്സ് ആയതുകൊണ്ട് നമുക്ക് പാർട്സുകൾ വരാൻ ഇത്തിരി ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് ഒരിക്കൽ അഴിച്ച് പണിതാണ് ഇവർ. എന്നിട്ട് മറുപടിയും ലീക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും നമ്മൾ സെറ്റ് ചെയ്തിട്ട് കയറ്റിയപ്പോൾ വീണ്ടും ലീക്ക് ഉണ്ടായിട്ട് വീണ്ടും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അഴിച്ച് അതിൻ്റെ ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളിലുള്ള റാക്ക് മാറ്റി എല്ലാം സെറ്റാക്കിയിട്ടാണ് പിന്നെ ഇപ്പോൾ സെറ്റാക്കിയത്. ഇപ്പോൾ പക്ക ഓക്കെ തന്നെയാണ്, ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 10-50 കിലോമീറ്ററോളം ഓടിച്ചു നോക്കുമ്പോഴും സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനാണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ ഭാഗമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഗ്രിപ്പ് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എണിച്ച് കുതിക്കുന്നത് പോലുള്ള ഒരു ഫീലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ബെൻഡിങ്ങുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസറിൻ്റെ ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ക്ലിയർ ആക്കണം. അത് മാത്രമല്ല, വണ്ടി കുറച്ച് ഫ്രണ്ട് താന്നിട്ടായിരിക്കും. നമുക്ക് ഇങ്ങനെ വീഡിയോയിലൊന്നും നോക്കിയാൽ അറിയില്ല, ഫ്രണ്ട് എന്നാൽ കുറച്ച് താന്നിട്ടായിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ 2 വർക്ക് ബെൻഡിങ് ഉണ്ട്. എന്നിട്ട് നമുക്ക് വണ്ടി ഒന്നുകൂടെ ഓടിച്ചു നോക്കാം. ഇതിൽ സീറ്റോ കാര്യങ്ങളൊന്നുമില്ല. അവർ വരുമ്പോൾ തന്നെ എല്ലാ സാധനവും അയച്ചു വെച്ചിട്ടാണ് വന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവർ ടിങ്കറിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാനായിട്ടാണ്. ടിങ്കറിങ് വർക്ക് അത്യാവശ്യം ഉണ്ട്. പ്ലാറ്റ്ഫോമൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സൈഡൊക്കെ ഒന്നുമില്ല, മൊത്തം പൊട്ടിപ്പൊടിഞ്ഞ് പോയിരിക്കുകയാണ്. അതിപ്പോൾ ഫുൾ അയച്ചാലേ അത് കറക്റ്റായിട്ട് അറിയുള്ളൂ. പ്ലാറ്റ്ഫോം എന്തായാലും നല്ലോണം ടിങ്കർ വർക്ക് എടുക്കേണ്ടി വരും വണ്ടി, അത്രത്തോളം വർക്ക് ഉണ്ട്. മെക്കാനിക്കൽ സൈഡ് അതുപോലെ തന്നെ അണ്ടർ ചേസിൻ്റെ എല്ലാ സൗണ്ടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി ബുഷ് മാറിയിട്ടുണ്ട്. ബോഡി ബുഷ് ഹിക്ക് തന്നെയാണ് കൊണ്ടുവന്ന് തന്നത്. ഒറിജിനൽ ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബോഡി ബുഷ് നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ബോഡി ബുഷ് ഒറിജിനൽ തന്നെയാണ് അവർ ഓർഡർ ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്ന് തന്നത്. 10 ബുഷേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് പുതിയ സെക്കൻഡ് ഹാൻഡ് റാക്ക് പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഇട്ടപ്പം ഷാഫ്റ്റ് ഇട്ടപ്പം ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നോർമലി കോളേജിനെ അപേക്ഷിച്ചിട്ട് ചെറിയൊരു ടൈറ്റ് സ്റ്റിയറിങ്ങിന് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഓടുമ്പോൾ അത് റെഡി ആയിക്കോളും. അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് പിന്നെ സൈലൻസിൻ്റെ സൗണ്ട് ഒന്നുകൂടെ നോക്കണം. ബാക്കിയെല്ലാം വണ്ടി പക്ക. അണ്ടർ ബോഡി സൗണ്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നല്ല സൗണ്ട് ഉണ്ട്, ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ട്. ഡോർ പാഡുകൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇൻറ്റീരിയറിൽ ചെറിയ സൗണ്ടുകളുണ്ട്. അതെന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ടിങ്കറിങ് വർക്കിന് കയറ്റുമ്പോൾ കംപ്ലീറ്റ് അഴിക്കുമ്പോൾ അത് റീസെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നേരത്തെ ബ്രേക്ക് പാഡൽ ഇങ്ങനെ താന്നു പോകുന്നുണ്ടായിരുന്നു, ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ബാക്കി മെക്കാനിക്കൽ വർക്ക് ഏകദേശം ഫുള്ളി കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 2000-2001 വണ്ടി മോഡൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. വണ്ടി പുള്ളിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ശരി, വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. ചവിട്ടിയ വേഗം അങ്ങ് എണിച്ചങ്ങ് പോകും. നല്ലൊരു ഫീലിംഗ് ആണ് ഈ ഒരു മോഡൽ വണ്ടി ഓടിക്കാൻ. സൈലൻസർ സൗണ്ടാണ് അപ്പോൾ കൂടുതലായിട്ടുള്ളത്. സൈലൻസർ നേരത്തെ എന്ന് പറഞ്ഞാൽ സൈലൻസറിൻ്റെ ബോൾട്ട് ഇല്ലായിരുന്നു. സൈലൻസറിൻ്റെ ബോൾട്ടൊക്കെ പൊട്ടിയിട്ടൊക്കെയാണെന്ന് കൊണ്ടുവന്നത്. പിന്നെ നമ്മളത് അഴിച്ച് വെൽഡ് ചെയ്ത് ആ ബോൾട്ടൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ ആ ഒരു പാക്കിങ് ഒന്നുകൂടെ മാറ്റി നോക്കണം. പൊതുവെ കോളിസിൻ്റെ സൈലൻസർ സൗണ്ട് അറസ്റ്റ് ചെയ്യാൻ ഇത്തിരി പ്രയാസമാണ്. അത് ഒറിജിനൽ പാക്കിങ് ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നത്. പല സാധനങ്ങളും ഒറിജിനൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് പണിയെടുത്താലും ചില സാധനങ്ങൾ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പാർട്സുകൾ നമുക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് അങ്ങനെ പക്ക ഓക്കെ 100% ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒറിജിനൽ പാർട്സ് അല്ലാത്ത സാധനം ഇടുമ്പോൾ ഈ പാർട്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ആ ഭാഗം പിന്നെ നോക്കുക വേണ്ട, അതവിടെ കിടന്നോളും. കൂടുതലായിട്ടും ബോഡി ബുഷ് ഇതിൻ്റെ പോകുന്നത് തന്നെ ഫ്രണ്ടിലെ ബോഡി ബുഷാണ് പോകുന്നത്. ഫ്രണ്ടിലെ 4 ബുഷാണ് കൂടുതലായിട്ടും കോളേജിന് പോകുന്നത്. ആ 4 ബുഷ് തന്നെയാണ് നമ്മൾ മാറിക്കുന്നത്. 4 പറഞ്ഞാൽ 8 ബുഷ് വരും. 10 ബുഷ് കൊണ്ടുവന്ന് 8 ബുഷ് നമ്മൾ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ബുഷ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ.
എല്ലാ ബുഷും മാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ബോഡി സൗണ്ട് ഒന്നുകൂടെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ബുഷുകളൊക്കെ ഏകദേശം ഒരു 5 വർഷമൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ട് മാറ്റി വിടുന്നത് ബെറ്ററാണ്. പോയില്ലോ എന്നല്ല, ഒന്ന് മാറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. റബ്ബർ ബുഷ് എപ്പോഴും ഹാർഡാകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കാലം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാർഡാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ഒരു 5 വർഷമൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ടൊന്ന് മാറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.